നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അത്ഭുതത്തോട് ചോദിച്ചു, യാ ജിബ്രീൽ, ഇതെന്താണൊരു വല്ലാത്ത സുഗന്ധം? എവിടെ നിന്നാണിത് അടിച്ചു വീശുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലയോ നബിയെ, ഈ സുഗന്ധത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. കഥയോ? എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാംക്ഷയോടെ ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ആ കഥ വിശദീകരിച്ചു. പണ്ട് ഡമസ്കസിൽ നല്ലവനായ ഒരു രാജാവുണ്ടായിരുന്നു. പേര് മൽക്കാൻ. അദ്ദേഹത്തിന്റെ ഏക പുത്രനായിരുന്നു ബല്യ. കുമാരൻ വളർന്നു വലുതായപ്പോൾ രാജാവ് അവനെ പാഠശാലയിൽ അയച്ചു. എന്നും കാലത്ത് പാഠശാലയിൽ പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഇതായിരുന്നു പതിവ്. പാഠശാലയിലേക്ക് പോകും വഴി ഒരു പർണശാലയുണ്ടായിരുന്നു. മനോഹരമായൊരു സൂഫി വര്യനായിരുന്നു അതിൽ താമസിച്ചിരുന്നത്. സൂഫി വര്യനിൽ ആകൃഷ്ടനായ ബല്യ അദ്ദേഹത്തോടടുത്തു. അദ്ദേഹത്തിൽ നിന്നും പലവിധ അറിവുകളും അഭ്യസിച്ചു. ഗുരുവിന്റെ സ്വഭാവ സവിശേഷതകളും ഇബാദത്തുകളുമെല്ലാം ബല്യായുടെ ജീവിതത്തിലും പ്രതിഫലിച്ചു തുടങ്ങി. ശ്രോതാക്കൾക്കൊരു സംശയമുണ്ടാവും, നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഖിളിർ നബിയെ കുറിച്ചല്ലേ എന്ന്. അങ്ങനെ സംശയം ഉളവാക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, ഖിളിർ നബിക്ക് ആകെ മൊത്തം 3 പേരുകളാണുള്ളത്. അതിലൊന്നാമത്തെ പേരാണ് ബല്യബിനു മൽഖാൻ. രണ്ടാമതായി അറിയപ്പെടുന്നത് അബുൽ അബ്ബാസ്. മൂന്നാമതായി അറിയപ്പെടുന്നത് അൽ ഖിളിർ അലൈഹിസ്സലാം.